ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഈണമായി തുടികൊട്ടും താളമായി കടത്തനാടൻ മണ്ണിൽ നിന്നും വിജ്ഞാനപ്പൊൻ കതിരുമായി ഇഷ്ടവാണി നാടിൻ നാദതരംഗം ജൻവാണി, റേഡിയോ ജൻവാണി. FM ഓപ്പൺ സ്പേസ്, വിനോദ വിജ്ഞാന വിസ്മയത്തിന് ഒരു ഇടം. ഡിജിറ്റൽ നിഴലിലെ സന്തോഷം, ലോക സന്തോഷ സൂചികയും സാമൂഹ്യ ഉത്തരവാദിത്വവും. തയ്യാറാക്കിയത് ടി ഷാഹുൽ ഹമീദ്. അവതരണം റിനിഷ സുജിത്ത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. സ്വാഗതം ഈ ആഴ്ചത്തെ ഓപ്പൺ സ്പേസിലേക്ക്. ആകാശത്തിന് കീഴെ ഭൂമിയിലെ ഏത് വിഷയത്തെ പറ്റിയുമുള്ള റേഡിയോ പ്രതിപാദ്യമാണ് ഓപ്പൺ സ്പേസിന്റെ ഉള്ളടക്കം എന്ന കാര്യം ശ്രോതാക്കൾക്കറിയാമല്ലോ. ഇന്ന് ഡിജിറ്റൽ നിഴലിലെ സന്തോഷം, ലോക സന്തോഷ സൂചികയും സാമൂഹ്യ ഉത്തരവാദിത്വവും എന്ന വിഷയമാണ് പരിചയപ്പെടുത്തുന്നത്. ആശയം തയ്യാറാക്കിയത് ടി ഷാഹുൽ ഹമീദ്. സാമ്പത്തിക വളർച്ചയും GDP പുരോഗതിയും മാത്രമല്ല ഒരു രാജ്യത്തിന്റെ വിജയമന്ത്രം. ജനങ്ങളുടെ ജീവിത നിലവാരവും മാനസിക സംതൃപ്തിയുമാണെന്ന് ഏറ്റവും പുതിയ ലോക സന്തോഷ സൂചിക അഥവാ ഈ വർഷത്തെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മാനുഷിക പുരോഗതിയുടെ പുതിയ അളവുകോലായി ഇന്ന് സന്തോഷം മാറിയിരിക്കുന്നു. ഈ വർഷത്തെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ വികസിത രാജ്യങ്ങൾക്കൊപ്പം വികസ്വര രാജ്യങ്ങളും ഗൗരവകരമായ ചില ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ട്. പതിവ് പോലെ നോർഡിക് രാജ്യങ്ങളാണ് പട്ടികയിൽ മുന്നിൽ. മികച്ച സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങളും വ്യക്തി സ്വാതന്ത്ര്യവുമാണ് ഫിൻലാൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഈ നേട്ടത്തിന് അർഹരാക്കുന്നത്. സന്തോഷം എന്നത് കേവലം ഒരു വികാരമല്ല, മറിച്ച് കൃത്യമായ ആസൂത്രണത്തിലൂടെ കൈവരിക്കേണ്ട ഒന്നാണെന്ന് റിപ്പോർട്ട് അടിവരയിടുകയാണ്. പ്രധാനമായും 6 ഘട്ടങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. പ്രതിശീർഷ വരുമാനം, സാമൂഹിക പിന്തുണ, ആരോഗ്യകരമായ ആയുർദൈർഘ്യം, ജീവിത തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഔദാര്യം, ജനറോസിറ്റി, അഴിമതിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്നിവയാണ് അവ. തുടർച്ചയായി ഒന്നാമതെത്തുന്ന ഫിൻലാൻഡ് ലോകത്തിന് വലിയൊരു പാഠമാണ്. ആഡംബരങ്ങളെക്കാൾ മനുഷ്യത്വത്തിനും സൗജന്യവും മികച്ചതുമായ വിദ്യാഭ്യാസത്തിനും അഴിമതിരഹിത ഭരണത്തിനുമാണ് അവർ മുൻഗണന നൽകുന്നത്. ഏതു പ്രതിസന്ധിയെയും മനക്കരുത്തോടെ നേരിടുക എന്ന സിസു എന്ന തനത് പദപ്രയോഗം അവരുടെ ജീവിതശൈലിയുടെ ഭാഗമാണ്. ഡിജിറ്റൽ ലോകത്തെ മായാകാഴ്ചകൾ ആധുനിക കാലത്ത് മാനുഷിക സന്തോഷത്തിന് ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്നത് സാമൂഹിക മാധ്യമങ്ങളുടെ അമിത ഉപയോഗമാണെന്ന് റിപ്പോർട്ട് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. മറ്റുള്ളവരുടെ എഡിറ്റ് ചെയ്ത ജീവിത നിമിഷങ്ങൾ കണ്ട് സ്വന്തം ജീവിതത്തെ താരതമ്യം ചെയ്യുന്ന പ്രവണത യുവാക്കളിൽ വലിയ അസംതൃപ്തി ഉണ്ടാക്കുന്നു. സ്ക്രീനിലെ ലൈക്കുകൾ തേടിയുള്ള നെട്ടോട്ടത്തിൽ യഥാർത്ഥ ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങൾ വിസ്മരിക്കപ്പെടുകയാണ്. 15 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ജീവിതത്തിൽ സോഷ്യൽ മീഡിയ വലിയ ആഘാതമുണ്ടാക്കുന്നുണ്ട്. 5 മണിക്കൂറിലധികം സ്മാർട്ട് ഫോണിൽ ചെലവഴിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്കാജനകമാണ്. സാങ്കേതിക വിദ്യയെ ജീവിതത്തിന് ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കാൻ ശീലിച്ചാൽ മാത്രമേ വരും വർഷങ്ങളിൽ സന്തോഷ സൂചികയിൽ മെച്ചപ്പെട്ട സ്ഥാനം നേടാൻ രാജ്യങ്ങൾക്ക് സാധിക്കൂ. 147 രാജ്യങ്ങൾ ഉൾപ്പെട്ട പട്ടികയിൽ 116 സ്ഥാനത്താണ് ഇന്ത്യ. 2025 ഇത് 118 ആയിരുന്നു. അയൽ രാജ്യമായ ശ്രീലങ്ക 99 സ്ഥാനത്തുണ്ട്. ഏറ്റവും പിന്നിൽ അഫ്ഗാനിസ്ഥാനാണ്. സ്മാർട്ട് സിറ്റികൾക്കൊപ്പം ഹാപ്പി സിറ്റികളും ഉണ്ടാവേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. മാറ്റം തുടരേണ്ടത് വീട്ടിൽ നിന്ന്. കുട്ടികളെ സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കുവാൻ ലോകരാജ്യങ്ങൾ കർശന നിയമങ്ങളിലേക്ക് നീങ്ങുകയാണ്. 16 വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ നിരോധിച്ച ഓസ്ട്രേലിയയുടെ നടപടിയും ഇന്റർനെറ്റ് സമയം പരിമിതപ്പെടുത്തിയ ചൈനയുടെ നീക്കവും ശ്രദ്ധേയമാണ്. നമ്മുടെ നാട്ടിലും മാറ്റങ്ങൾ ദൃശ്യമാണ്. മഹാരാഷ്ട്രയിലെ വഡ്ഗാവ് മാവൽ എന്ന ഗ്രാമം ഇതിനൊരു മികച്ച മാതൃകയാണ്. എല്ലാ ദിവസവും വൈകുന്നേരം 7 മുതൽ 9 മണിവരെ ഫോണും ടിവിയും ഓഫ് ചെയ്യാൻ ആ ഗ്രാമം ഒന്നടങ്കം തീരുമാനിച്ചു. ഈ ഡിജിറ്റൽ സൈറൺ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താനും കുടുംബ ബന്ധങ്ങൾ ദൃഢമാക്കാനും സഹായിച്ചു.
ഓരോ വാർഡ് തലത്തിലും ഹാപ്പി വില്ലേജ് പദ്ധതികൾ നടപ്പിലാക്കണം. പാർക്കുകളും ലൈബ്രറികളും പോലുള്ള പൊതുവിടങ്ങൾ വർദ്ധിപ്പിക്കണം. വീട്ടിലെത്തിയാൽ മാതാപിതാക്കൾ ഫോൺ മാറ്റിവെച്ച് കുട്ടികൾക്ക് മാതൃകയാകണം. ഭക്ഷണമേശയിലും കിടപ്പുമുറിയിലും നോ ഗാഡ്ജറ്റ് സോണുകൾ സൃഷ്ടിക്കാം. ഡിജിറ്റൽ ലോകത്തിന് ഇടവേള നൽകി യഥാർത്ഥ ജീവിതത്തിന്റെ ആനന്ദത്തിലേക്ക് നമുക്ക് മടങ്ങാം. ശ്രോതാക്കൾ കേട്ടത് ഡിജിറ്റൽ നിഴലിലെ സന്തോഷം, ലോക സന്തോഷ സൂചികയും സാമൂഹ്യ ഉത്തരവാദിത്തവും. തയ്യാറാക്കിയത് ടി ഷാഹുൽ ഹമീദ്. അവതരണം റിൻഷ സുജിത്ത്. FM ഓപ്പൺ സ്പേസ്, വിനോദ വിജ്ഞാന വിസ്മയത്തിന് ഒരു ഇടം.